മയ്യനാട് പഞ്ചായത്തിൻ്റെയും പരവൂർ മുനിസിപ്പാലിറ്റിയുടെയും ബോർഡറായിട്ടുള്ള പരവൂർ ചീപ്പിനടുത്ത് ഞാൻ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫെബ്രുവരി ആയതുള്ളൂ, ഫെബ്രുവരി തീരാൻ പോകുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ജലക്ഷാമം രൂക്ഷമാകും. ഇപ്പോൾ തന്നെ പല കിണറുകളിലും 2 അടിയോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം പറയുന്നത് ഈ ചീപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പരവൂർ പൊഴിക്കര റെഗുലേറ്ററി ഷട്ടറുകൾ പുനഃസ്ഥാപിക്കാത്തതിനാൽ പരവൂർ കായലിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. പൊഴിക്കര ചീപ്പിന് സമീപം മണലടിഞ്ഞ് കായലിന് മധ്യഭാഗത്ത് രൂപപ്പെട്ട തുരുത്തിലേക്ക് വേലിയിറക്ക സമയത്ത് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ്. ഇത്തിക്കരയാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ജലം കായലിൽ തങ്ങി നിൽക്കാതെ പൂർണ്ണമായും കടലിലേക്ക് ഒഴുകുന്നത് മയ്യനാട് പഞ്ചായത്തിന്റെയും പരവൂർ നഗരസഭയുടെയും തീരപ്രദേശങ്ങളിൽ ശുദ്ധജല ലഭ്യത കുറയ്ക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മയ്യനാട് താന്നി പ്രദേശങ്ങളിലെ മിക്ക വീടുകളിലെയും കിണറുകളിൽ 2 തൊടിയിലേറെ ജലം താഴ്ന്നിരിക്കുകയാണ്. വേനൽ കടുക്കുന്ന മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കിണറുകൾ വരളുമെന്ന ആശങ്കയിലുമാണ് നാട്ടുകാർ. സ്വന്തമായി കിണറില്ലാത്ത കുടുംബങ്ങൾ ജലജീവൻ, അമൃത് പദ്ധതികളിലൂടെ ലഭിക്കുന്ന കുടിവെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്.